മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ ഭിക്ഷുകി ഭിക്ഷുകി ഓ പ്രേമ ഭിക്ഷുകി 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 ഏതോ ജന്മത്തിൽ ഏതോ സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു പ്രേമ ഭിക്ഷുകി 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 നടന്നും തളർന്നും വഴിയമ്പലത്തിലെ നടന്നും തളർന്നും വഴിയമ്പലത്തിലെ നടകൽ വിളക്കിൻ കാറ്റുവട്ടിൽ വിരിഞ്ഞ നമ്മൾ തൻ മാനസപ്പൂ വിധി വന്നു കളഞ്ഞു ഇപ്പോഴും വിധി വന്നു കളഞ്ഞു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ ഭിക്ഷുകി ഭിക്ഷുകി എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഏതോ ജന്മത്തിൽ ഏതോ സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി. Good evening, ladies and gentlemen. Hearty welcome to Doctor's Day 2025. Today, on this Doctor's Day, a special guest has come to visit us, Dr. Anna Fernandez. 2 വിഷയങ്ങളിൽ എംഎയും 3 PhDയും ഉള്ള അന്ന മാഡം ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. മാഡത്തിൻ്റെ 4ാമത്തെ ഗവേഷണ വിഷയം എന്താണെന്ന് അറിയോ? Why do the public view doctors as opposition? Why are they the only ones being targeted? തീർച്ചയായും നമ്മൾക്കും താല്പര്യമുള്ള വിഷയം തന്നെയാണ് അല്ലേ? നമുക്ക് മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഡോക്ടർ അന്ന ഫെർണാണ്ടസ് മാം, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ടു ഓൾ. മാഡം 3 PhD ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനിയും PhD എടുക്കാൻ പോവാണോ? അതെ കൊച്ചേ, ഈ ഗവേഷണം നടത്തുക, ഡോക്ടറേറ്റ് എടുക്കുക, ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. കുറഞ്ഞത് ഒരു 10 ഡോക്ടറേറ്റ്, അതാണ് എൻ്റെ ലക്ഷ്യം. ഇത്തവണത്തെ എൻ്റെ ടോപ്പിക്ക് നിങ്ങൾ ഡോക്ടേഴ്സുമായി റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണാനായി വന്നത്. ഡോക്ടേഴ്സുമായി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ? അതായത് ചെറിയ ചെറിയ കൈപ്പിഴകൾക്ക് പോലും, പലപ്പോഴും ഇല്ലാത്ത തെറ്റുകൾക്ക് പോലും പൊതുജനം എന്നാത്തിനായി ഡോക്ടർമാരുടെ നെഞ്ചത്തോട്ട് കയറുന്നത്, അതാണ് എൻ്റെ വിഷയം. അല്ല മാഡം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഗവേഷണത്തിനായി തിരഞ്ഞെടുത്തത്? ഗുഡ് ക്വസ്റ്റ്യൻ മിസ് ട്രീസ. മിസ് ട്രീസ. മിസ്സസ് ട്രീസ. എന്തെങ്കിലും ട്രീസ.
ഇവിടെ കോടികൾ മുടക്കി പണിയുന്ന പാലങ്ങൾ പപ്പടം പോലെ പൊടിഞ്ഞു വീഴുന്നു. പൊതുജനം ആ കോൺട്രാക്ടറെയോ എഞ്ചിനീയറോ പിടിച്ചിട്ട് തല്ലുന്നുണ്ടോ? ഇല്ലല്ലോ. പഴകിയ ഭക്ഷണം കൊടുത്തിട്ട് ഫുഡ് പോയ്സൺ അടിച്ച് കൊച്ചു കുട്ടികൾ വരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. പൊതുജനം ഹോട്ടൽ തല്ലി പൊളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഡോക്ടർമാരുടെ കാര്യം വരുമ്പോൾ കളി മാറും. ഫോർ എക്സാമ്പിൾ, ട്രീസ കണ്ണ് ഓപ്പറേഷനായി ആശുപത്രിയിൽ പോയി എന്ന് വിചാരിക്കുക. വിചാരിച്ചു. ഡോക്ടർ വലത്തെ കണ്ണിന് പകരം ഇടത്തെ കണ്ണങ്ങോട്ട് കീറി. അയ്യോ, വിചാരിച്ചാ മതി കൊച്ചേ. ഉടനെ എന്തായിരിക്കും സംഭവിക്കുക? അതിപ്പോ നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കാരും കൂടി ആശുപത്രി തല്ലി പൊളിക്കും. ഡോക്ടർക്കിട്ട് 2 കൊടുക്കും. ഇതൊന്നും ചെയ്യാതെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാലോ. ഈ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. എന്നിട്ട് മാഡത്തിന് ഉത്തരം കിട്ടിയോ? ഇല്ല. ആ ഉത്തരം തേടിയുള്ള അലച്ചിലാണ് ഞാൻ. പക്ഷേ ഒരുപാട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ഡോക്ടർമാർക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ കുറവാണ്. എന്ന് വെച്ചാ? അതായത് നാട്ടിലെ പ്രശ്നങ്ങളിൽ, നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ അവരോടൊപ്പം സജീവമായി ഇപ്പോൾ ഇടപെടുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. മാഡം, ശരിയല്ല. ഈ പറഞ്ഞത് ശരിയല്ല. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. കൊല്ലത്തിലൊരിക്കൽ ഞങ്ങൾ ആഘോഷിക്കുന്ന ഞങ്ങളുടേതായ ഒരു ദിവസം. ഈ ദിവസത്തിൽ പോലും വി ആർ വെരി അവെയർ ഓഫ് ദ പ്രോബ്ലംസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. ഇന്നത്തെ ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് മാഡം ഒന്ന് കണ്ടു നോക്കൂ. അതിപ്പോ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ചെറിയ പരിപാടി. മാഡം ഇരിക്കൂ. നാളമയുയരും ഞങ്ങൾ സ്നേഹമായി കനിവുമായി കണ്ണിനു കുളിരായി ലോകം കണ്ടു മനമതിൽ പ്രതീക്ഷയായി പുഴയോരത്തെൻ കളിവീടിൽ പോർവിളികൾ ഉയരല്ലേ പുഞ്ചിരിയാലതിൽ തെളിയട്ടെ ശാന്തി തൻ ദീപാങ്കുരം കേൾക്കൂ ഈ തേങ്ങലുകൾ അറിയൂ ഈ വിങ്ങലുകൾ തരുമോ മനഃശാന്തി തൻ പുതിയൊരു ലോകം നമുക്കായി പൊൻവെയിൽ നാളമായി ഉയരും ഞങ്ങൾ സ്നേഹമായി കനിവുമായി കണ്ണിനു കുളിരായി ലോകം കണ്ടു മനമതിൽ പ്രതീക്ഷയായി പുഴയോരത്തെൻ കളിവീടിൽ പോർവിളികൾ ഉയരല്ലേ പുഞ്ചിരിയാലതിൽ തെളിയട്ടെ ശാന്തി തൻ ദീപാങ്കുരം കേൾക്കൂ ഈ തേങ്ങലുകൾ അറിയൂ ഈ വിങ്ങലുകൾ തരുമോ മനഃശാന്തി തൻ പുതിയൊരു ലോകം നമുക്കായി പൊൻവെയിൽ നാളമായി ഉയരും ഞങ്ങൾ സ്നേഹമായി
കനിവുമാ. ചിരിതൻ പുലരി ചോര ചീന്തിടും പ്രതികാരമില്ലാതെ സ്നേഹത്തിൽ വളർന്നോട്ടെ ഇനി പൊൻവെയിൽ നാളമായി ഉയരും ഞങ്ങൾ സ്നേഹമായി കനിവുമായി കണ്ണിനു കുളിരായി ലോകം കണ്ടു മനമതിൽ പ്രതീക്ഷയായി പുഴയോരത്തിൻ കളിവീടിൽ പോർവിളികൾ ഉയരല്ലേ പുഞ്ചിരിയാലതിൽ തെളിയട്ടെ ശാന്തി തൻ ദീപാങ്കുരം. പിള്ളേര് കൊള്ളാലോ. ഇതെല്ലാം നിങ്ങൾ ഡോക്ടർമാരുടെ തന്നെയാണോ? അതെ അതെ, എല്ലാവരും IMA മെമ്പേഴ്സിന്റെ മക്കളാണ്, അല്ലാതെ വാടകയ്ക്കെടുത്തൊന്നുമല്ല. കൊള്ളാം കേട്ടോ. അപ്പോ നിങ്ങൾ ചുറ്റും നടക്കുന്നതൊക്കെ അറിയുന്നുണ്ടല്ലേ? പക്ഷേ എനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പൊതുജനം ഇതൊക്കെ തിരിച്ചറിയണ്ടേ? അതിനിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ ഇന്ന് 1-2 പേരെ എന്റെ കൂടെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ ഡോക്ടേഴ്സുമായി പല വിധത്തിൽ പല സന്ദർഭങ്ങളിൽ കൊമ്പ് കോർത്തിട്ടുള്ളവരാണ്. വിളിക്കട്ടെ? അതിപ്പോ സെക്രട്ടറിയോടോ പ്രസിഡന്റിനോടോ ചോദിക്കേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ. ബൈജു, ബൈജു ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഈ മാഡം പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? കേട്ട് ഇവരുടെ റിസർച്ച് സബ്ജക്റ്റ് കൊള്ളാട്ടാ. അല്ല, ആരെയാണ് മാഡം ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്? ഇവിടെയൊക്കെ തന്നെയുള്ള ചില ഡോക്ടേഴ്സുമായി തല്ലുണ്ടാക്കിയിട്ടുള്ള 1-2 പേരെയാണ്. വിളിച്ചോളൂ. അവര് വരട്ടെ. അവര് വരുമ്പോഴേക്കും നമുക്ക് ഒരു പരിപാടി കൂടി കാണാം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഡാൻസ്. എന്നാ ശരി, കണ്ടേക്കാം. ഭൂമി ദേവിക്ക് നമ്മൾ മാലോകരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ നൃത്തം. ഒന്ന് കണ്ടു നോക്കൂ. ಏನುಂಡೋಡಿ ಕಾನನ
മാമഴച്ചന്തം മലയിടിച്ച് കാടറുത്ത് കാരുണ്യമില്ലാതെ കുന്നുകളയല്ലേ പുന്നാരമാലോകരേ. കാടിളക്കിയ വാനരൻ ചൊല്ലണ് കുടികൊള്ളാനായി കാടിങ്ങു വേണേന്ന്. അങ്ങേ കൊമ്പത്തെ പൈങ്കിളി ചൊല്ലണ് കൂടൊരുക്കാനായി പൂഞ്ചില്ല വേണേന്ന്. എന്തിനാവോ ഏതിനാവോ ഒന്നിങ്ങു വന്നെന്റെ പാട്ടൊന്നു കേട്ടിടും പുന്നാരമാലോകരേ. ഏനുണ്ടോടി കാനനച്ചന്തം ഏനുണ്ടോടി മാമലച്ചന്തം. തീരത്തണയുന്ന കുഞ്ഞുമീൻ ചൊല്ലണ് തീരാനോവായി കടലമ്മ തേങ്ങണ്. ഇന്നീ ഭൂമിയും വാനവും തീരവും എന്നേക്കുമായി ഒന്നിച്ചു കാക്കണം നന്മയോടെ വാഴുവാനായി ഭൂലോകം എന്നെന്നും വർണ്ണാഭമാക്കിടും പുന്നാരമാലോകരേ. ഏനുണ്ടോടി കാനനച്ചന്തം ഏനുണ്ടോടി മാമലച്ചന്തം ഏനുണ്ടോടി പുഴയുടെ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം മലയിടിച്ച് കാടറുത്ത് കാരുണ്യമില്ലാതെ കൊന്നുകളയല്ലേ പുന്നാരമാലോകരേ. Absolutely beautiful. A very well performed dance, and there is a very meaningful message in this dance as well. പക്ഷേ ഇത് നിങ്ങൾ മാത്രം കണ്ടാ പോരാ, പൊതുജനങ്ങൾ കൂടി കാണേണ്ടതാ കേട്ടോ. ഹലോ സോമൻ, എത്തിയോ? എന്നാ ഇങ്ങ് അകത്തോട്ട് പോരെ, ഞാനിവിടെ ഹോളിൽ തന്നെയുണ്ട്. സോമനാ, പുള്ളിയെ തന്നെ വിളിക്കുന്നത് വേടൻ സോമൻ എന്നാ. ആളൊരു വേടൻ ഫാനാണേ. ആ ദേണ്ട വരുന്നു. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഇയാൾ ഫുൾ ടൈം വേടം പാട്ടും പാടിക്കൊണ്ടാണ് നടക്കുന്നത്. നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ? നീയാണോ ഞാനാണോ ആരാണോ? എന്റെ അമ്മോ, ഞാനല്ല. വണക്കം പെരുന്നമണ്ണ, വണക്കം. എടാ മക്കളെ, സുഖല്ലേ? താനാള് കൊള്ളാലോ, പറയാതെ തന്നെ പാട്ട് പാടി. പറയണ്ട പറയണ്ട പറയണ്ട, പാട്ട് പാടാൻ എന്നോടാരും പറയണ്ട. പറയാതെ പാടുന്നവൻ ഈ സോമൻ. ആ ദേണ്ടേ, ശ്രീകല ചേച്ചി വരുന്നുണ്ടല്ലോ. ചേച്ചി തൊഴിലുറപ്പുകാരിയാണേ. തൊഴിലുറപ്പുകാരിയാണോ? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം. കിനാവ് കൊണ്ടുകെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ഓ, നമിച്ചു. ഷോ, ഇവിടെ ഇത്രയും വലിയ പരിപാടിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ പോയി സാരിയൊക്കെ ഉടുത്ത് വന്നേനെ. ഇതിപ്പോ തൊഴിലുറപ്പിന് പോയിട്ട് വരുന്ന വഴിയാണേ. മോശമായി. എന്ത് മോശം? ആര് മോശം?
നീ മോശമെങ്കിൽ ഞാനും മോശം, ഞങ്ങൾ മോശമെങ്കിൽ നിങ്ങളും മോശം, മീശയുള്ളവരും മോശം, മീശയില്ലാത്തവരും മോശം. മോശമല്ലാത്തത് പിന്നെ എന്തുണ്ട് മോശേ? ആരാണ് മോശം, ആരാണ് മോശമല്ലാത്തത് എന്നൊക്കെ നമുക്ക് ചർച്ചയിലൂടെ നോക്കാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ട്രീസ കൊച്ചെ, ഈ ഡോക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരെണ്ണത്തിനെയും കൂടി ഇങ്ങോട്ട് വിളിച്ചു കയറ്റുവോ? കൊള്ളാവുന്നതെന്ന് പറയുമ്പോൾ ആരാ ഇപ്പോ? ആ, സുജിത്തെ ഒന്നിങ്ങി വന്നേ. റാപ്പർ സോമനല്ലേ? ഓ, നിങ്ങളുടെ ഈ പേരും ഈ റാപ്പും തങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് സിങ്ക് ആവണില്ലല്ലോ. പേരൊന്ന് മാറ്റി മോഡേൺ ആക്കടോ. പേരിലല്ല കാര്യം, പോരിലാണ് കാര്യം. പോരടിക്കാനുള്ള മനസ്സിലാണ് കാര്യം. അതെനിക്കുണ്ട്, തനിക്കുണ്ടോ? എനിക്കുണ്ട്. നമുക്ക് സമയം കളയാതെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഡോക്ടർ അന്ന ഫെർണാണ്ടസ്. ഡോക്ടേഴ്സ് മാത്രം എന്തുകൊണ്ട് എപ്പോഴും പരസ്യ വിചാരണ ചെയ്യപ്പെടുന്നു? ഇതാണ് എന്റെ ഗവേഷണ വിഷയം. ഓർക്കെപ്പോഴും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടണത് എന്താണെന്നല്ലേ? അതിനിപ്പോ എന്തിനാണ് ഗവേഷണം? ഓരുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണേ. ചേച്ചി, ദേ ഈ നിൽക്കുന്ന ഡോക്ടറിന്റെ ക്ലിനിക്കിൽ പോയി കുറെ ബഹളം ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടല്ലോ. എന്നതാ കാര്യം? ഇയാൾക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ കയ്പാങ്ങിന് കിട്ടിയില്ല. എന്നതാ സംഭവം? അതെ, എൻ്റെ ഇളയ കൊച്ചിന് സൂക്കേടായിട്ട് ദേ ഇയാളെ കാണിക്കാൻ ഞാൻ ഇയാളുടെ ക്ലിനിക്കിൽ ചെന്നു. കൊച്ചിനെ ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ നോക്കിയിട്ട് ഒരു മരുന്ന് എഴുതി തന്നു. അതിനപ്പ കൊടുത്തു ഇയാൾക്ക് ഉറുപ്പിയ 300. പിന്നെ മരുന്ന് കടയിൽ 560. എന്നിട്ട് അത് കൊടുത്തിട്ട് കൊച്ചിന്റെ സൂക്കേട് മാറിയോ? എവിടെ? പിന്നെയും ചെന്നു ഇയാളെ കാണാൻ. അപ്പൊ വേറെ മരുന്ന് എഴുതി തന്നു. അതിന് കൊടുത്തു 340. അത് 2 നേരം കൊടുത്തപ്പോഴേക്ക് കൊച്ചിന്റെ സൂക്കേട് മാറി. എന്നാ പിന്നെ ഇയാൾക്ക് 2ാമത് തന്ന മരുന്ന് ആദ്യം തന്നൂടായിരുന്നോ? അതൊന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാളുടെ ഒരു അവിഞ്ഞ ഇംഗ്ലീഷ്. എന്ത് ഇംഗ്ലീഷ്? ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ നിങ്ങളോട് പറഞ്ഞത് ആദ്യത്തെ മരുന്ന് ഇഫക്റ്റീവ് ആയില്ല, അതുകൊണ്ടാണ് പുതിയ മരുന്ന് തന്നതെന്ന്. അപ്പൊ ആദ്യത്തെ മരുന്നിന്റെ കാശ് നിങ്ങൾ തിരിച്ചു തരണം. അത് ന്യായം, ഇത് ന്യായം. അപ്പോൾ ഏതാണ് അന്യായം? അതെ, നിങ്ങൾ ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചിട്ട് ഞങ്ങളുടെ അസുഖം മാറിയില്ലെങ്കിൽ തന്ന കാശ് തിരിച്ചു തരണം. അതല്ലേ ന്യായം? അല്ലെങ്കിൽ പിന്നെ 2 കിട്ടിന്നൊക്കെ ഇരിക്കും. അതും ന്യായം. അത് ശരി. റാപ്പർ സോമന്റെ ശരിക്കുള്ള പണി എന്താ? എന്തോന്ന്? എടോ, താൻ കഞ്ഞിക്കാശിനുള്ള വക എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന്. ഞാൻ പെയിന്റ് പണിക്കൊക്കെ പോവും. അപ്പോ പെയിന്റർ റാപ്പർ മോനെ, നീ പെയിന്റ് അടിച്ച വീടിന്റെ ചുമരിൽ വീണ്ടും പായലും പൂപ്പലും വന്നാലേ നിനക്ക് തന്ന കൂലി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാ നീ തിരിച്ചു കൊടുക്കോ? തൊഴിലുറപ്പ് ചേച്ചി വളവിട്ട് നനച്ച തെങ്ങില് തേങ്ങ പിടിച്ചില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തന്ന കൂലി തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കോ? പണിയെടുത്ത് കിട്ടിയ കൂലി ഞങ്ങൾ എന്തിനു തിരിച്ചു കൊടുക്കണോടോ? ആ, അതുപോലെ തന്നെയല്ലേ ഞങ്ങളും. എന്തോന്ന്? ഞങ്ങള് നിങ്ങളെ ട്രീറ്റ് ചെയ്തതിന് തന്ന ഫീസേ ഞങ്ങൾ എന്തിനു തിരിച്ചു തരണം? അത് ഞങ്ങൾ പണിയെടുത്തതിന് കിട്ടിയ കൂലിയല്ലേ? അതിന് നിങ്ങളെവിടെ ഇപ്പൊ പണിയെടുത്തത്? AC റൂമിൽ കഴുത്തിൽ കുഴലും തൂക്കി വെള്ളക്കോട്ടുമിട്ട് കറങ്ങുന്ന കസേരയിലിരുന്ന് ഒരു കടലാസിൽ 2 വരി എഴുതുന്നതാണോ പണി? പണി അറിയാത്ത പണിയന്മാരെ, ഇതാണോ പണി? ഇത് പണിയല്ല. ഞങ്ങളെപ്പോലെ വെയിലത്തിറങ്ങി പണിയെടുക്ക്. കഴുത്തി കിടക്കണ കുഴലെടുത്ത് രോഗിയുടെ നെഞ്ചത്ത് വെച്ചാ അപ്പ കിട്ടും ഉറുപ്പിയ 300. അത് ശമ്പളം. ലാബുകാരുടെ കയ്യുന്നും എക്സ്റേക്കാരുടെ കയ്യുന്നും മരുന്ന് കമ്പനിക്കാരുടെ കയ്യുന്നൊക്കെ കിട്ടുന്നത് കിമ്പളം. അതല്ലല്ലോ നമ്മുടെ വിഷയം. എന്താണ് പിന്നെ മാഡത്തിന്റെ വിഷയം? കഴിഞ്ഞയാഴ്ച ഈ ചേച്ചിയുടെ മോള് ഹോട്ടലിൽ നിന്ന് ജ്യൂസ് കുടിച്ച് ഛർദിയും വയറ്റിളക്കവുമായി ഡോക്ടറെ കാണാൻ പോയി ഇല്ലേ? ആ പോയി. ഡോക്ടർ കുട്ടിയെ നോക്കാൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് ചേച്ചിയും കൂട്ടരും കൂടി അങ്ങോരെ പിടിച്ചിട്ട് പൊതിരെ തല്ലി ഇല്ലേ? അത് ഞങ്ങൾ അവിടെ ചെന്ന് കുറെ നേരം കാത്തിരുന്നിട്ടും അങ്ങോര് വന്നില്ല. അപ്പൊ പിന്നെ ദേഷ്യം വരാതിരിക്കുവോ? അപ്പം ബസ് സ്റ്റാൻഡിലെ ഹോട്ടലിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ടല്ലേ കുട്ടിക്ക് സുഖമില്ലാതെ ആയത്? നിങ്ങൾ എന്തുകൊണ്ട് ആ ഹോട്ടൽ അടിച്ചു പൊളിച്ചില്ല? അവിടെയുള്ളവരെ തല്ലിയില്ല? ഞങ്ങ പോലീസിൽ പരാതി കൊടുത്തു. അപ്പൊ അതുപോലെ ഡോക്ടർക്കെതിരെയും പരാതി കൊടുത്താ പോരെ? കേസിൽ തോൽക്കുന്ന വക്കീലിനെ തല്ലില്ല, ഭക്ഷണത്തിൽ മായം കലർത്തുന്ന കച്ചവടക്കാരനെ തല്ലില്ല, പൊളിയുന്ന പാലം കെട്ടുന്ന കോൺട്രാക്ടറെ തല്ലില്ല, അഴിമതി കാണിക്കുന്ന രാഷ്ട്രീയക്കാരനെ തല്ലില്ല. പക്ഷേ ഡോക്ടർമാരെ വെറുതെ പിടിച്ചിട്ട് തല്ലും. ഇതിന്റെ ഉത്തരമാണ് എനിക്ക് അറിയേണ്ടത്. Could you please give me an answer? I need a response. അസൂയ. അസൂയ ആണോ? നിങ്ങൾക്ക് ഡോക്ടർമാരോട് അസൂയാണോ? അസൂയ, അസൂയ, അസൂയ. കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ നേടുന്നത് കാണുമ്പോഴുള്ള അസൂയ. കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കതൊന്നും നേടാൻ പറ്റാത്തതിലുള്ള അസൂയ.
അസൂയ തീർക്കാൻ ഒറ്റ വഴിയുള്ളൂ, അസൂയ തോന്നുന്നവരെ തീർക്കുക. ആര് പറഞ്ഞു കഷ്ടപ്പെടാതെയാണ് ഞങ്ങൾ ഇതെല്ലാം നേടിയതെന്ന്? വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഊണും ഉറക്കവുമില്ലാതെ പഠിച്ചിട്ടാടോ ഞങ്ങളൊക്കെ ഡോക്ടറായത്. എന്നിട്ടോ ഇപ്പൊ ഉണ്ണാനും നേരമില്ല, ഉറങ്ങാനും നേരമില്ല, എന്തിന് നേരെ ചവ തിന്നാൻ പോലും നേരമില്ല. ചേട്ടനും ചേച്ചിയും ഒക്കെ കൃത്യം 5 മണിക്ക് പണി നിർത്തി വീട്ടിൽ പോയിട്ട് സ്വസ്ഥായിട്ട് ഇരിക്കൂലേ? അപ്പോഴും ഞങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന രോഗികളുടെ ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരിക്കേ. ഒരു ദിവസം പോലും എന്റെ മക്കൾ ഉറങ്ങണതിന് മുമ്പ് എനിക്ക് എന്റെ വീട്ടിലെത്താൻ പറ്റിയിട്ടില്ല. ശരിയാണ് ട്ടാ. അങ്ങനെ കൃത്യസമയത്ത് നിർത്തിപ്പോവാൻ പറ്റിയ പണിയൊന്നും അല്ല ട്ടാ നിങ്ങളുടേത്. പക്ഷേ സാമൂഹിക പ്രശ്നങ്ങളിൽ നിങ്ങൾ ഡോക്ടർ വർഗം ഇടപെടുന്നില്ല. രോഗികളെ ചികിത്സിക്കുന്നതും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നതും എല്ലാം നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം. മയക്കുമരുന്നിൽ മുങ്ങി നമ്മുടെ യുവതലമുറ നശിക്കുന്നതോ, യുദ്ധത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുന്നതോ, ഈ പ്രകൃതി മൊത്തം നശിച്ചു പോകുന്നതോ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. റാപ്പർ മോനെ, ഏ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഞങ്ങൾ തിന്നും കുടിച്ചും ആഘോഷിക്കാൻ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ പോലും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്, ഭാവി തലമുറകൾക്ക് വേണ്ടിയാണ്. അത് സത്യം, ഞാൻ കണ്ടതാ. ചേച്ചിയും ചേട്ടനും ഒക്കെ ഒന്ന് അവിടെ ഇരുന്ന് ഞങ്ങളുടെ മക്കളും ഡോക്ടർമാരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ഡാൻസ് പരിപാടി ഒന്ന് കണ്ടു നോക്കൂ. മയക്കുമരുന്നിനെതിരെയുള്ള ഒരു സന്ദേശമാണ്. ആണോ? എന്നാ കണ്ടേക്കാം. ഞാനത് വീഡിയോ എടുക്കും കേട്ടോ. ലഹരി പുകയും കേരകേദാരഭൂമി, യുവജീവനൂറ്റും വിവിധ ലഹരിതൻ ഭൂമി. ഇതു ലഹരി പുകയും കേരകേദാരഭൂമി, യുവജീവനൂറ്റും വിവിധ ലഹരിതൻ ഭൂമി. മാനവർക്ക് ഭീതിയാകും ലഹരി വാഴും ഭൂമി, യുവത തന്നെ സിരയിലോടും മായിക ലോകം. ലഹരി പുകയും കേരകേദാര ഭൂമി, യുവജീവനൂറ്റും വിവിധ ലഹരിതൻ ഭൂമി.
ചേർന്നു നിൽക്കാം കൂട്ടായി പോരൂതാം അവർക്കൊരുക്കാം ശുഭപ്രതീക്ഷ കരിഞ്ഞ മൊട്ടുകൾ തെളിഞ്ഞു വിരിഞ്ഞിടാൻ വസന്തമൊരുക്കിടാം. വെളിവിൻ പാതയിൽ ചേർന്നു നടന്നിനി സ്നേഹം വിളയിക്കാം. കരിഞ്ഞ മൊട്ടുകൾ തെളിഞ്ഞു വിരിഞ്ഞിടാൻ വസന്തമൊരുക്കിടാം. വെളിവിൻ പാതയിൽ ചേർന്നു നടന്നിനി സ്നേഹം വിളയിക്കാം. കുഞ്ഞു മനസ്സിൽ നന്മകൾ നിറയുന്ന ഭൂമി, വിഷമില്ലാക്കാറ്റിൽ സ്വപ്നങ്ങൾ നിറയുന്ന ഭൂമി. ഇത് കുഞ്ഞു മനസ്സിൽ നന്മകൾ നിറയുന്ന ഭൂമി, വിഷമില്ലാക്കാറ്റിൽ സ്വപ്നങ്ങൾ നിറയുന്ന ഭൂമി. കുഞ്ഞു മനസ്സിൽ നന്മകൾ നിറയുന്ന ഭൂമി, വിഷമില്ലാക്കാറ്റിൽ സ്വപ്നങ്ങൾ നിറയുന്ന ഭൂമി. എന്ത് പറയുന്നു ചേച്ചി ഞങ്ങളുടെ ഈ ഡാൻസ് കണ്ടിട്ട്? ഉഷാറായിട്ടുണ്ട്. നിങ്ങൾ ഈ ഡാൻസ് ഞങ്ങളുടെ കോളനി വന്നൊന്ന് കളിക്കുവോ? അവിടെ ഉള്ളവർക്കൊന്ന് ബോധം വെക്കട്ടെ. ഒക്കെ കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുകയാണ്. അപ്പോ റാപ്പർ മോന്റെ തെറ്റിദ്ധാരണ മാറിയോ? എന്റെ ഉള്ളിലെത്തി, എന്റെ കണ്ണിലെത്തി, എന്റെ ചങ്കിലെത്തി, എന്റെ നെഞ്ചിലെത്തി. എന്റെ ഉള്ളിലെത്തി, എന്റെ കണ്ണിലെത്തി, എന്റെ ചങ്കിലെത്തി, എന്റെ നെഞ്ചിലെത്തി. ആളുന്ന തീ, എരിയുന്ന തീ കണ്ടു ഞാനിന്ന് നിങ്ങളുടെ കണ്ണിലും. കൊള്ളാം മക്കളെ കൊള്ളാം, ഞാനും നീയും നമ്മുടെ മക്കളും നാശത്തിന്റെ പടുകുഴിയിലേക്ക് നീങ്ങുമ്പോൾ കൈത്താങ്ങാവാൻ, കൈ പിടിച്ചുയർത്താൻ നിങ്ങളുടെ കൈകളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പായി. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യുന്നു. പക്ഷേ നാടിന്റെ നന്മയ്ക്കായി, നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ ഒരുമിച്ച് നിൽക്കും. ദേ ഞങ്ങളുടെ ഈ പാട്ടൊന്ന് കേട്ടു നോക്ക്. മയക്കുമരുന്നിനും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും എതിരെയുള്ള ഒരു അവയർനെസ് സോങ് ആണ്. നിങ്ങളും കൂടണം കേട്ടോ ഞങ്ങളുടെ കൂടെ. തകതൈത 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 തകതാരോ തകതൈത 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 തകതാരോ. കുന്നോളം ലഹരിയിൽ മുങ്ങി നാടും വീടും കാണാതായി, ഇല്ലോളം ബോധമില്ലാതാടിയാടിത്തീരാറായി. കുന്നോളം ലഹരിയിൽ മുങ്ങി നാടും വീടും കാണാതായി, ഇല്ലോളം ബോധമില്ലാതാടിയാടിത്തീരാറായി. തകതൈത 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 തകതാരോ തകതൈത 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 തകതാരോ. കുന്നോളം ലഹരിയിൽ മുങ്ങി നാടും വീടും കാണാതായി, ഇല്ലോളം ബോധമില്ലാതാടിയാടിത്തീരാറായി. ഇക്കാലം കലികാലം ഇതുകാലക്കേടിൻ ചുടുകാലം, നാം എല്ലാം ചേരി തിരിഞ്ഞ് ചോര ചിന്തണ ചുടുകാലം. ഇക്കാലം കലികാലം ഇതുകാലക്കേടിൻ ചുടുകാലം, നാം എല്ലാം ചേരി തിരിഞ്ഞ് ചോര ചിന്തണ ചുടുകാലം. പണമതിനുടെ മണവും തേടി ചുറ്റുന്നു കഴുകന്മാർ, പൊള്ളുന്നതു നമ്മുടെ ചങ്കും എരിയുന്നതു നമ്മുടെ കരളും. പണമതിനുടെ മണവും തേടി ചുറ്റുന്നു കഴുകന്മാർ, പൊള്ളുന്നതു നമ്മുടെ ചങ്കും എരിയുന്നതു നമ്മുടെ കരളും. നാലാളായി 40 പേരായി കൂടിയിരുന്നവരാന്തകളിൽ ലഹരിപ്പുക നമ്മെ വരിഞ്ഞു നീരാളിക്കൈ പോലെ. നാലാളായി 40 പേരായി കൂടിയിരുന്നവരാന്തകളിൽ ലഹരിപ്പുക നമ്മെ വരിഞ്ഞു നീരാളിക്കൈ പോലെ. ഇനിയൊന്നായി നാം ഉണരും, ഇനിയൊന്നായി നാം ഉണരും, ലഹരി ചങ്ങല പൊട്ടിക്കും.
നീരാളിക്കൈയിൽ നിന്ന കൂട്ടാളികളെ രക്ഷിക്കും. ഇനിയൊന്നായി നാം ഉണരും ലഹരിച്ചങ്ങല പൊട്ടിക്കും. നീരാളി കയ്യിൽ നിന്ന കൂട്ടാളികളെ രക്ഷിക്കും. തകതൈത, 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 തകതാരോ. ഒന്നായി നാം ഒറ്റക്കെട്ടാ തിരിച്ചു നേടും പൂക്കാലം. നാടാകെ ലഹരിക്കെതിരെ പടപൊരുതും വൈകാതെ. ഒന്നായി നാം ഒറ്റക്കെട്ടായി തിരിച്ചു നേടും പൂക്കാലം. നാടാകെ ലഹരിക്കെതിരെ പടപൊരുതും വൈകാതെ. ഒന്നായി നാം ഒറ്റക്കെട്ടായി തിരിച്ചു നേടും പൂക്കാലം. നാടാകെ ലഹരിക്കെതിരെ പടപൊരുതും വൈകാതെ. തകതൈത, 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 തകതാരോ. തകതൈത, 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 തകതാരോ. പൂക്കോളം ലഹരിയിൽ മുങ്ങിപ്പോയ നാടത് കരകേറും. കേറുമ്പോൾ ചേർത്തു പിടിക്കാൻ 100 കൈകൾ നാം നൽകും. പൂക്കോളം ലഹരിയിൽ മുങ്ങിപ്പോയ നാടത് കരകേറും. കേറുമ്പോൾ ചേർത്തു പിടിക്കാൻ 100 കൈകൾ നാം നൽകും. പൂക്കോളം ലഹരിയിൽ മുങ്ങിപ്പോയ നാടത് കരകേറും. കേറുമ്പോൾ ചേർത്തു പിടിക്കാൻ 100 കൈകൾ നാം നൽകും. തകതൈത, 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 തകതാരോ. തകതൈത, 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 തകതാരോ. തകതൈത, 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 തകതാരോ. തകതൈത, 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 തകതാരോ. മാഡത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ആ കിട്ടി കിട്ടി. എന്താണ് ആ ഉത്തരം? ഡോക്ടർമാർ ദന്തഗോപുരത്തിലിരിക്കുന്ന അന്യഗ്രഹ ജീവികളാണെന്നുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണ. എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ജനങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കഷ്ടപ്പെടാതെ തങ്ങളുടെ പോക്കറ്റിലാക്കി സുഖിച്ച് ജീവിക്കുന്നവരാണ് ഡോക്ടർമാർ എന്നുള്ള തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ മാറുന്നതോടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അതിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. അങ്ങനെ ഡോക്ടർ അന്ന ഫെർണാണ്ടസിന് ഉത്തരം കിട്ടി.